ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇത് നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആകാശവിസ്മയം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നോക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് 9ാമത്തെ ചാപ്റ്റർ പഠിക്കാം, പരിസ്ഥിതിയെ നോവിക്കാതെ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. 9ാമത്തെ ചാപ്റ്റർ ആണ് പരിസ്ഥിതിയെ നോവിക്കാതെ. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പരിസ്ഥിതി മലിനീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കേരളം എത്ര മനോഹരമാണ്, കണ്ണിന് കുളിർമ നൽകുന്ന എത്രയെത്ര കാഴ്ചകളാണ് നമുക്ക് ചുറ്റും. എന്നാൽ മനുഷ്യന്റെ അശാസ്ത്രീയ ഇടപെടലുകൾ കൊണ്ടുണ്ടായ ചില നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും. അവയുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ചിത്രത്തിലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങൾ കത്തിക്കുന്ന ചിത്രമാണല്ലേ ഒന്നാമത്തത്. രണ്ടാമത്തത് എന്താണ്, പ്ലാസ്റ്റിക്കും ഖരമാലിന്യങ്ങളും വലിച്ചെറിഞ്ഞത് മൂലം ഒഴുക്കിനിലച്ച ജലാശയങ്ങളുടെ ചിത്രമാണ് രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, മാലിന്യങ്ങൾ കത്തിക്കലും വായു മലിനീകരണവും. അപ്പോൾ ഈ എന്താണ്, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങളൊക്കെ കത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ എന്താണ്, പുക വരുന്നുണ്ട് അല്ലേ, അസഹ്യമായ പുക വരുന്നുണ്ട്. അത് വായുവിൽ കലരുന്നു, അത് നമ്മൾ ശ്വസിക്കുന്നുണ്ട് അല്ലേ, മനുഷ്യനും ജന്തുക്കളും സസ്യങ്ങളൊക്കെ. ഇപ്പം എന്താണ്, ഈ ഒരു വായുവാണ് ശ്വസിക്കുന്നത്. അതുപോലെ എന്താണ്, കത്തി തീരാത്ത അവശിഷ്ടങ്ങൾ ഉണ്ടാവും അല്ലേ. ഇതെന്താണ്, ജലത്തിലൂടെ മനുഷ്യരും ജന്തുക്കളും സസ്യങ്ങളിലേക്കൊക്കെ എത്താണ്. അതുപോലെ പിന്നെ മണ്ണിലടിയുന്നത് എന്താണ്, ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ എന്താണ് തകരാറാകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് പോലുള്ള ഖരമാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുക്കളും അത് മനുഷ്യർക്കുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേബിളാണ്. എന്തൊക്കെയാണ് പിന്നെ ഈ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുക്കൾ? കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നുണ്ട് അല്ലേ, കാർബൺ മോണോക്സൈഡ്. ഇതെന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്? കുറഞ്ഞ അളവിൽ പോലും ശരീരത്തിലെത്തുമ്പോൾ തലവേദന, ക്ഷീണം, കാഴ്ചമങ്ങൽ, ഓർമ്മക്കുറവ് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കൂടിയ അളവിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നത് മരണത്തിന് കാരണമാകുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷവാതകമാണ് കാർബൺ മോണോക്സൈഡ്. ഇതെന്താണ്, കുറഞ്ഞ അളവിൽ പോലും ശരീരത്തിലെത്തുമ്പോൾ തലവേദന, ക്ഷീണം, കാഴ്ചമങ്ങൽ, ഓർമ്മക്കുറവ് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ എന്താണ്, കൂടിയ അളവിൽ നമ്മൾ ശരീരത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് മരണത്തിന് വരെ കാരണമാകുന്നുണ്ട്. ഇനി അടുത്തതാണ് സൾഫർ ഡൈ ഓക്സൈഡ്. സൾഫർ ഡൈ ഓക്സൈഡ് ഹൃദയ സംബന്ധമായും അതുപോലെ ശ്വാസകോശ സംബന്ധമായുമുള്ള അസുഖങ്ങൾക്കൊക്കെ കാരണമാകുന്നു. എന്താണ് സൾഫർ ഡൈ ഓക്സൈഡ്? എന്താണ്, ഹൃദയ സംബന്ധമായും ശ്വാസകോശ സംബന്ധമായുമുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പിന്നെന്താണ്, നൈട്രജൻ ഡൈ ഓക്സൈഡ് ആണ്. നൈട്രജൻ ഡൈ ഓക്സൈഡ് ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്നു. പിന്നെന്താണ്, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ. അപ്പോൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ ശ്വസനത്തിലൂടെ ഉള്ളിലെത്തുമ്പോൾ തൊണ്ടയ്ക്കും കണ്ണുകൾക്കും ചൊറിച്ചിൽ, അതുപോലെ അലർജി, ആസ്മ, ശ്വാസകോശ ക്യാൻസർ എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. എന്താണ് പറഞ്ഞത്, ശ്വസനത്തിലൂടെ ഈ ഒരു പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ നമ്മുടെ ഉള്ളിലെത്തുമ്പോൾ തൊണ്ടയ്ക്കും അതുപോലെ കണ്ണുകൾക്കും ചൊറിച്ചിൽ, അതുപോലെ അലർജി, ആസ്മ, ശ്വാസകോശ ക്യാൻസർ എന്നിവയ്ക്കൊക്കെ ഇത് കാരണമാകുന്നു. അടുത്തതാണ് ഡയോക്സിനുകൾ. ഡയോക്സിനുകൾ എന്താണ്, ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. അതുപോലെ തൈറോയിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്കൊക്കെ ഇത് കാരണമാകുന്നുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ, അതുപോലെ ഡയോക്സിനുകൾ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണേ. അടുത്തത് വായുവിലെ ഘടകങ്ങൾ എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളാണ് നൈട്രജൻ ആണ് അല്ലേ. 78% നൈട്രജൻ ആണ് അന്തരീക്ഷ വായുവിലുള്ളത്. പിന്നെന്താണ്, 21% ഓക്സിജനും. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്, 78%. പിന്നെ 0.04% കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. പിന്നെ 0.96% ആണ് മറ്റുള്ളവ. അപ്പോൾ ഏറ്റവും കൂടുതൽ 78% നൈട്രജൻ ആണ്, 21% ഓക്സിജൻ, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് 0.04%. പിന്നെ 0.96% ആണ് മറ്റുള്ളവയൊക്കെ. ഇതൊന്ന് നോട്ട് ചെയ്യണേ. ഇനി നമ്മുടെ അന്തരീക്ഷ വായുവിൽ രാസവസ്തുക്കൾ കലരുമ്പോൾ വായുവിലെ സ്വാഭാവിക ഘടകങ്ങളുടെ അളവുകൾക്ക് മാറ്റം വരുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, നൈട്രജൻ പിന്നെ ഓക്സിജൻ, ഈ ഒരു അളവിൽ മാറ്റം വരുന്നുണ്ട് അന്തരീക്ഷ വായുവിൽ രാസവസ്തുക്കൾ കലരുമ്പോൾ.
എന്താണ് വായു മലിനീകരണം കൊടുത്തിട്ടുണ്ട്. അന്തരീക്ഷ വായുവിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും കലരുന്നത് മൂലമാണ് വായു മലിനീകരണം സംഭവിക്കുന്നത്. അഗ്നിപർവ്വത സ്ഫോടനം, ഭൂകമ്പം തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളും കാട്ടുതീയും വായു മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. മനുഷ്യരുടെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങളാണ് വായു മലിനീകരണത്തിന്റെ പ്രധാന കാരണം. അപ്പോൾ അന്തരീക്ഷ വായുവിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളൊക്കെ കലരുന്നതാണ് വായു മലിനീകരണം നമുക്കറിയാം. അതുപോലെ അതെന്തൊക്കെ കാരണമാണ്? അഗ്നിപർവ്വത സ്ഫോടനം വഴിയും അതുപോലെ ഭൂകമ്പം തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളും അതുപോലെ കാട്ടുതീയും അതൊക്കെ എന്താണ് വായു മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മളിപ്പോൾ കണ്ടു, എന്താണ് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ. ഇങ്ങനെയുള്ള മനുഷ്യരുടെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങളാണ് വായു മലിനീകരണത്തിന്റെ പ്രധാന കാരണം. അടുത്ത ഹെഡിങ് ആണ് പാചക ഇന്ധനങ്ങളും വായു മലിനീകരണവും. ഇവിടെ വിറകടുപ്പിന്റെയും മണ്ണെണ്ണ സ്റ്റൗവിന്റെയും അതുപോലെ ഗ്യാസ് സ്റ്റൗവിന്റെ ഒക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇനി വിറക്, മണ്ണെണ്ണ, പാചകവാതകം തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തുമ്പോൾ വിവിധ രാസവസ്തുക്കൾ പുറന്തള്ളുന്നുണ്ട്. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, അതുപോലെ പദാർത്ഥങ്ങളുടെ സൂക്ഷ്മകണികകൾ തുടങ്ങിയ രാസവസ്തുക്കളാണ് പ്രധാനമായും പുറത്തു വരുന്നത്. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, അതുപോലെ പദാർത്ഥങ്ങളുടെ സൂക്ഷ്മകണികകൾ. ഇതൊക്കെയാണ് നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴും കണ്ടത്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന രാസവസ്തുക്കൾ നമ്മൾ ഒന്നും കൂടി പഠിച്ചിട്ടുണ്ട്, ഡയോക്സിൻ കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകം ഏതെന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഡയോക്സിൻ ആണ് കേട്ടോ. അപ്പോൾ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, അതുപോലെ പദാർത്ഥങ്ങളുടെ സൂക്ഷ്മകണികകൾ. ഇതൊക്കെയാണ് നമ്മുടെ എന്താണ് വിറക്, മണ്ണെണ്ണ, അതുപോലെ പാചകവാതകം തുടങ്ങിയ ഇന്ധനങ്ങളൊക്കെ കത്തുമ്പോൾ പുറത്തു വരുന്നത്. കൂടാതെ പ്ലാസ്റ്റിക് കത്തുമ്പോൾ കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക് കത്തുമ്പോൾ എന്ന് സ്പെഷ്യലായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡയോക്സിൻ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ പാചക ഇന്ധനങ്ങൾ കത്തുന്നത് മൂലം അടുക്കളയിൽ ഉണ്ടാകുന്ന വായു മലിനീകരണം നിയന്ത്രിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാമെന്ന് കൊടുത്തിട്ടുണ്ട്. ചിമ്മിനി നിർമ്മിക്കൽ, മതിയായ വെന്റിലേഷൻ, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന വായു മലിനീകരണം തടയാനുള്ള കുറച്ച് മാർഗങ്ങളാണ്. അടുത്ത ഹെഡിങ് ആണ് വാഹനങ്ങളും വായു മലിനീകരണവും. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങളുടെ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോഴും സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അതുപോലെ പദാർത്ഥങ്ങളുടെ സൂക്ഷ്മകണികകൾ എന്നിവ പുറത്തു വരുന്നുണ്ട്. ഇവ വായുവിൽ കലരുന്നതും വായു മലിനീകരണത്തിന് ഇടയാക്കുന്നു. അപ്പോൾ പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങളുടെ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അതുപോലെ പദാർത്ഥങ്ങളുടെ സൂക്ഷ്മകണികകൾ എന്നിവ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്. അടുത്തത് വാഹന പുക പരിശോധനയെ പറ്റിയാണ് പറയുന്നത്. വാഹനങ്ങളുടെ പുകയിൽ അനുവദനീയമായതിൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് പുക പരിശോധന നടത്തുന്നത്. എഞ്ചിൻ തകരാർ, കാലപ്പഴക്കം, ഇന്ധനങ്ങളിലെ മായം തുടങ്ങിയവ കൊണ്ട് വാഹന പുകയിൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് പുക പരിശോധനയിലൂടെ കണ്ടെത്താം. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുക പരിശോധന നടത്തുന്നത് വായുമലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ അടുത്ത് കൊടുത്തിട്ടുള്ളത് പച്ച നിറമുള്ള നെയിം പ്ലേറ്റ് വെച്ച് അതിൽ EV എന്ന് എഴുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പെട്രോൾ, ഡീസൽ വാഹനങ്ങളെ പോലെ ഇവ കരിയോ പുകയോ പുറത്തുവിടുന്നില്ല. വാഹനങ്ങൾ മൂലമുള്ള വായു മലിനീകരണത്തിന് ഒരു പരിഹാരമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ. അടുത്തതായിട്ടൊരു പൈ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അന്തരീക്ഷ വായു മലിനീകരിക്കപ്പെടുന്നതിൻ്റെ അളവുകളാണ് കൊടുത്തിട്ടുള്ളത്. പൊടിപടലങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും മൂലം 45% എങ്ങനെയാണ് സംഭവിക്കുന്നത്. പിന്നെന്താണ്? മാലിന്യങ്ങൾ കത്തിക്കുന്നതിലൂടെ 17%, അതുപോലെ വാഹനങ്ങളിൽ നിന്നും 14%, ഡീസൽ ജനറേറ്റർ 9%, അതുപോലെ വ്യവസായങ്ങളിൽ നിന്നും 8%, ഗാർഹിക പാചകത്തിൽ നിന്നും 7%. ഈ ഒരു ഡയഗ്രാം നോക്കിയാൽ നമുക്കറിയാം പൊടിപടലങ്ങൾ അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ വായു മലിനീകരിക്കപ്പെടുന്നത്. അപ്പോൾ 45% നിർമ്മാണ പ്രവർത്തനങ്ങളിലും അതുപോലെ പൊടിപടലങ്ങളുമാണ്. പിന്നെന്താണ്? 17% മാലിന്യങ്ങൾ കത്തിക്കുന്നതിലൂടെ, പിന്നെ 14% വാഹനങ്ങളിൽ നിന്നും, പിന്നെ 9% ഡീസൽ ജനറേറ്റർ, അതുപോലെ 8% വ്യവസായങ്ങളിൽ നിന്നും, അതുപോലെ ഗാർഹിക പാചകത്തിൽ നിന്നും 7%. അടുത്ത ഹെഡിങ് ആണ് ഭൂമിയിലെ ജലം. വെള്ളം സർവത്ര. ഭൂമിയിലെ ആകെ ജലത്തിന്റെ 97% സമുദ്രജലമാണ്. വെറും 3% മാത്രമാണ് ശുദ്ധജലം, അതായത് ഉപ്പ് കലരാത്ത ജലം. ശുദ്ധജലത്തിന്റെ ഏകദേശം 69% മഞ്ഞുപാളികളായിട്ടാണ് കാണുന്നത്.
ഇത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. 30% ഭൂഗർഭജലമാണ്. ആകെ ശുദ്ധജലത്തിൻ്റെ 0.3% മാത്രമാണ് നമ്മുടെ കായലുകളിലും നദികളിലും കുളങ്ങളിലും ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലുമായി ഉള്ളത്. അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്? ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ 97% സമുദ്രജലമാണെന്നാണ്. വെറും 3% മാത്രമാണ് ശുദ്ധജലം, അതായത് ഉപ്പ് കലരാത്ത ജലമുള്ളത്. എന്താണ് ശുദ്ധജലത്തിൻ്റെ ഇനി ആ ഒരു ശുദ്ധജലത്തിൻ്റെ ഏകദേശം 69% എന്താണ് മഞ്ഞുപാളികളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. ബാക്കി 30% ഭൂഗർഭജലമാണ്. അതുകൊണ്ട് തന്നെ ആകെ ശുദ്ധജലത്തിന്റെ 0.3% മാത്രമാണ് നമ്മുടെ കായലുകളിലും നദികളിലും കുളങ്ങളിലും ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലുമായിട്ട് ഉള്ളത്. ഇതാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. 0.3% മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഭൂമിയിലെ 2% ജലമാണ്. ആ ഒരു ജലത്തിന്റെ 97% സമുദ്രജലമാണ്. വെറും 3% മാത്രമാണ് ശുദ്ധജലമുള്ളത്. ഇനി പായലും ആൽഗകളൊക്കെ നിറഞ്ഞ മലിനമായ ഒരു ജലാശയത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടേം കൊടുത്തിട്ടുണ്ട്, യൂട്രോഫിക്കേഷൻ. എന്താണ് യൂട്രോഫിക്കേഷൻ? ജലാശയങ്ങളിൽ ആൽഗ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് യൂട്രോഫിക്കേഷൻ എന്ന പ്രതിഭാസം കാരണമാകുന്നു. നൈട്രജൻ കലർന്ന രാസവളങ്ങളും മറ്റും ഒഴുകിയെത്തുന്ന ജലാശയങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. ഇങ്ങനെ ഒഴുകിയെത്തുന്ന അധിക പോഷക ഘടകങ്ങളാണ് ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഇത് ജലസസ്യങ്ങൾ ജലത്തിൽ ജയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ അമിതമായി ഉപയോഗിക്കുന്നു. ഇതുമൂലം ജലത്തിലെ മറ്റ് സസ്യങ്ങളും ജന്തുക്കളും ഓക്സിജന് ലഭിക്കാതെ നശിക്കുകയും ജലാശയത്തിൽ നിലനിന്നിരുന്ന ആവാസ വ്യവസ്ഥ തകിടം മറിയുകയും ചെയ്യുന്നു. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ജലാശയങ്ങളിൽ ആൽഗ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് യൂട്രോഫിക്കേഷൻ എന്ന പ്രതിഭാസം കാരണമാകുന്നുണ്ട്. അതെന്താണ് യൂട്രോഫിക്കേഷൻ? നൈട്രജൻ കലർന്ന രാസവളങ്ങളും മറ്റു ഒഴുകിയെത്തുന്ന ജലാശയങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. ഇങ്ങനെ ഒഴുകിയെത്തുന്ന രാസവളങ്ങളും അധിക പോഷകഘടകങ്ങളുമാണ് ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഈ ജലസസ്യങ്ങൾ ജലത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ അമിതമായി ഉപയോഗിക്കുന്നു. ഇതുമൂലം എന്താണ് ജലാശയത്തിൽ മറ്റ് സസ്യങ്ങളും ജന്തുക്കളും ഓക്സിജൻ ലഭിക്കാതെ നശിക്കുകയും ജലാശയത്തിൽ നിലനിന്നിരുന്ന ആവാസ വ്യവസ്ഥ തകിടം മറിയുകയും ചെയ്യുന്നു. ഇതിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് കേട്ടോ. അത് നോട്ട് ചെയ്യണേ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്യാം. ഇനി കുടിവെള്ള ശുദ്ധീകരണം. കുടിവെള്ളത്തിൽ മാലിന്യങ്ങൾ കലർന്നാൽ ശുദ്ധീകരിക്കുന്നതിനുള്ള എന്തൊക്കെ മാർഗങ്ങൾ നിങ്ങൾക്കറിയാം? ഇനി ഇവിടെ കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള ചില മാർഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത് തന്നെ തിളപ്പിക്കലാണ്. കുറഞ്ഞത് 1 മിനിറ്റ് നേരമെങ്കിലും തിളപ്പിച്ചാൽ ജലത്തിലെ സൂക്ഷ്മജീവികൾ നശിക്കും, എന്നാൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ നിലനിൽക്കും. പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? അരിക്കൽ. ജലത്തിലുള്ള ആലയ മാലിന്യങ്ങളെ അരിപ്പകൾ ഉപയോഗിച്ച് വേർതിരിക്കുന്നതാണ് അരിക്കൽ എന്ന് പറഞ്ഞാൽ. എന്നാൽ സൂക്ഷ്മജീവികൾ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്നിവ നീക്കം ചെയ്യപ്പെടുന്നില്ല. എന്താണ് ഇനി അടിയിറക്കൽ? ജലത്തിലുള്ള ആലയ മാലിന്യങ്ങളെ അടിയാൻ അനുവദിക്കുന്നു. മുകളിൽ തെളിയുന്ന ജലത്തെ വേർതിരിച്ച് ഉപയോഗിക്കാം. സൂക്ഷ്മജീവികൾ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്നിവയെ ഈ രീതി ഉപയോഗിച്ച് പൂർണ്ണമായി മാറ്റാൻ കഴിയില്ല. അടുത്തത് എന്താണ്? ക്ലോറിനേഷൻ ആണ്. ക്ലോറിനേഷൻ എന്താണ്? ശരിയായ അളവിൽ ബ്ലീച്ചിങ് പൗഡർ ചേർത്താൽ ജലത്തിലെ സൂക്ഷ്മജീവികൾ നശിക്കും, എന്നാൽ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങളെ മാറ്റാൻ കഴിയില്ല. അടുത്തത് ഡിസ്റ്റിലേഷൻ ആണ്. ജലം തിളപ്പിച്ച് നീരാവിയാക്കുകയും അതിനെ തണുപ്പിച്ച് ശുദ്ധജലം ശേഖരിക്കുകയും ചെയ്യുന്ന മാർഗമാണിത്. ഇങ്ങനെ ശേഖരിക്കുന്ന ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാകില്ല. അപ്പോൾ ഡിസ്റ്റിലേഷൻ എന്താണ്? ജലം തിളപ്പിച്ച് നീരാവിയാക്കുകയും പിന്നെന്താണ് അതിനെ തണുപ്പിച്ച് ശുദ്ധജലം ശേഖരിക്കുകയും ചെയ്യുന്നൊരു മാർഗ്ഗമാണ് ഡിസ്റ്റിലേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ജലം തിളപ്പിച്ച് നീരാവിയാക്കുകയും പിന്നെന്താണ് അതിനെ തണുപ്പിച്ച് ശുദ്ധജലം ശേഖരിക്കുകയും ചെയ്യുന്നൊരു മാർഗ്ഗമാണ് ഡിസ്റ്റിലേഷൻ. ഇങ്ങനെ ശേഖരിക്കുന്ന ജലത്തിൽ എന്താണ് അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്താണ്? ഡിസ്റ്റിലേഷൻ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഏതൊക്കെ മാർഗങ്ങളാണ് പറഞ്ഞത്? തിളപ്പിക്കൽ, അരിക്കൽ, അടിയിറക്കൽ, ക്ലോറിനേഷൻ, ഡിസ്റ്റിലേഷൻ. ഇവയൊക്കെയാണ് എന്ത്? ജലത്തിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള മാർഗങ്ങൾ. അടുത്ത ഹെഡിങ് ആണ് വീട്ടിലെ മാലിന്യങ്ങൾ. പഴത്തൊലി, പച്ചക്കറി മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് കവറുകൾ, അതുപോലെ എന്താണ് നമ്മുടെ ഭക്ഷണാവശിഷ്ടങ്ങൾ, ഇതൊക്കെ എന്താണ് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന മാലിന്യങ്ങളാണ് അല്ലേ. ഈ ഒരു പഴത്തൊലി മണ്ണിലിട്ട് ഏറെ നാൾ കഴിഞ്ഞാൽ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി അത് മണ്ണിൽ അലിഞ്ഞു ചേരുമെന്നും നിങ്ങൾക്കറിയാം. സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി വിഘടിച്ച് മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ഇത്തരം മാലിന്യങ്ങളാണ് ജൈവ മാലിന്യങ്ങൾ. എന്നാൽ ഒരു കഷ്ണം പ്ലാസ്റ്റിക് മണ്ണിൽ ദീർഘനാൾ കിടന്നാലും അത് പഴത്തൊലിയെ പോലെ മണ്ണിൽ അലിഞ്ഞു ചേരുമോ? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ചില്ലുകഷ്ണങ്ങൾ, ലോഹങ്ങൾ, ഇലക്ട്രോണിക് മാലിന്യങ്ങൾ, തെർമോകോൾ തുടങ്ങിയവ വിഘടിപ്പിക്കാൻ മണ്ണിലെ സൂക്ഷ്മജീവികൾക്ക് കഴിയില്ല. ഇവയാണ് അജൈവ മാലിന്യങ്ങൾ. അടുത്തത് മാലിന്യ സംസ്കരണ
ശാസ്ത്രീയ രീതികൾ എന്ന് കൊടുത്തിട്ടുണ്ട്. മാലിന്യങ്ങളെ അവ ഉണ്ടാകുന്ന സ്ഥലത്തു തന്നെ സംസ്കരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം. ഇത് ഉറവിട മാലിന്യ സംസ്കരണം എന്നറിയപ്പെടുന്നു. അപ്പോൾ മാലിന്യങ്ങളെ അവ ഉണ്ടാകുന്ന സ്ഥലത്തു തന്നെ സംസ്കരിക്കുന്നതിനെ എന്താണ് പറഞ്ഞത്? ഉറവിട മാലിന്യ സംസ്കരണം എന്നറിയപ്പെടുന്നു. മാലിന്യങ്ങളെ ഉറവിടത്തിൽ തന്നെ തരംതിരിക്കുക ആണ് ഇതിൻ്റെ ആദ്യഘട്ടം. എന്താണ്? മാലിന്യങ്ങളെ ഉറവിടത്തിൽ തന്നെ തരംതിരിക്കുക എന്നതാണ് ഉറവിട മാലിന്യ സംസ്കരണത്തിൻ്റെ ആദ്യഘട്ടം. അപ്പോൾ ഇങ്ങനെ തരംതിരിക്കുന്ന മാലിന്യങ്ങളിൽ ചിലത് നമുക്ക് ജൈവവളം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കാൻ കഴിയും. ഇനി ജൈവ മാലിന്യങ്ങളെ സൂക്ഷ്മാണുക്കളുടെ സഹായത്തോടെ ചെറു രാസസംയുക്തങ്ങളായി വിഘടിപ്പിക്കാൻ കഴിയും. ഇവ ജീർണിച്ചുണ്ടാകുന്ന നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്, സൾഫേറ്റ് എന്നിവ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമാണ്. അതിനാൽ ഇവയെ വളമായി ഉപയോഗിക്കാൻ കഴിയുന്നു. ജൈവ മാലിന്യങ്ങൾ ശരിയായ മാർഗങ്ങളിലൂടെ സംസ്കരിച്ചാൽ മാത്രമേ അവ ജൈവവളമായി മാറുകയുള്ളൂ. അപ്പോൾ എന്താണ്? ഗാർഹിക തലത്തിൽ ജൈവമാലിന്യ സംസ്കരണത്തിന് പ്രധാനമായും 3 രീതികളാണുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? മണ്ണിര കമ്പോസ്റ്റിംഗ്, വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ്, ജൈവവാതക നിർമ്മാണം അല്ലെങ്കിൽ ബയോഗ്യാസ് നിർമ്മാണം. അപ്പോൾ ഗാർഹിക തലത്തിൽ ജൈവമാലിന്യ സംസ്കരണത്തിന് 3 പ്രധാന രീതികളാണ് പറഞ്ഞിട്ടുള്ളത്. മണ്ണിര കമ്പോസ്റ്റിംഗ്, വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ്, ജൈവവാതക നിർമ്മാണം. ഇത് 3 എന്താണ്? ഗാർഹിക തലത്തിലുള്ള ജൈവമാലിന്യ സംസ്കരണ രീതിയാണ്. മണ്ണിര കമ്പോസ്റ്റിംഗ്, വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ്, ജൈവവാതക നിർമ്മാണം അല്ലെങ്കിൽ ബയോഗ്യാസ് നിർമ്മാണം. അപ്പോൾ എന്താണ് ഈ മണ്ണിര കമ്പോസ്റ്റിംഗ്? മണ്ണിരകളെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വളമാണ് മണ്ണിര കമ്പോസ്റ്റ്. ഇതൊരു മാലിന്യ നിർമ്മാർജ്ജന രീതി കൂടിയാണ്. അപ്പോൾ മണ്ണിരകളെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു വളമാണ് മണ്ണിര കമ്പോസ്റ്റ്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നാണ്. പ്ലാസ്റ്റിക് പാത്രം, വലിയ ചട്ടി, സിമെന്റ് കൊണ്ടുണ്ടാക്കിയ ടാങ്ക് എന്നിവ മണ്ണിര കമ്പോസ്റ്റിംഗ് നടത്തുന്നതിന് ഉപയോഗിക്കുന്നു. മണ്ണിര ജൈവാംശങ്ങൾ സ്വീകരിക്കുകയും അതിൻ്റെ വിസർജ്യം വളമായിട്ട് മാറുകയും ചെയ്യുന്നു. മണ്ണിര കമ്പോസ്റ്റിംഗ് വഴി ലഭിക്കുന്ന വളം മറ്റ് കമ്പോസ്റ്റ് വളത്തേക്കാൾ മികച്ചതാണ്. അടുത്തത് വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ് ആണ്. ഇത് നമുക്കറിയാം എന്താണ്? വേസ്റ്റ് ബിന്നൊക്കെ അല്ലേ, പ്ലാസ്റ്റിക് വേസ്റ്റ് ബിന്നൊക്കെ ഇറങ്ങിയിട്ടില്ലേ? ഇതൊക്കെ എന്താണ്? വായു സമ്പർക്ക കമ്പോസ്റ്റിങ്ങിന് ഉദാഹരണമാണ് കേട്ടോ. അടുത്തത് ജൈവവാതക നിർമ്മാണമാണ്, ബയോഗ്യാസ് പ്രൊഡക്ഷൻ. ഓക്സിജന്റെ അഭാവത്തിൽ മാലിന്യം സംസ്കരിച്ച് ഇന്ധനമാക്കി മാറ്റുവാൻ സാധിക്കുന്ന സംവിധാനമാണിത് ബയോഗ്യാസ് പ്ലാന്റ്. ഇതിൽ മാലിന്യ സംസ്കരണം നടക്കുന്നതിനോടൊപ്പം പാചകവാതകം ഉൽപ്പന്നമായി ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഓക്സിജന്റെ അഭാവത്തിൽ മാലിന്യം സംസ്കരിച്ച് ഇന്ധനമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു സംവിധാനമാണ്. അപ്പോൾ ഇതെന്താണ്? ഇതിൽ മാലിന്യ സംസ്കരണം നടക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ്? നമുക്ക് പാചകവാതകവും ഉൽപ്പന്നമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വീടുകളിലും അതുപോലെ വിദ്യാലയങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങളെ സംസ്കരിക്കാനുള്ള രീതികളാണ് 3 എണ്ണവും. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യട്ടോ. ഇനി അജൈവ മാലിന്യങ്ങളുടെ അളവിൽ കുറവ് വരുത്തുന്നതിനായിട്ട് ലോകമെമ്പാടും സ്വീകരിച്ചിട്ടുള്ളൊരു തന്ത്രമാണ് 3Rs. എന്താണ്? റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഉപയോഗം കുറയ്ക്കുക, റീയൂസ് പുനരുപയോഗം വർദ്ധിപ്പിക്കുക, റീസൈക്കിൾ പുനഃചക്രമണം ചെയ്ത് ഉപയോഗിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് റെഡ്യൂസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? പ്ലാസ്റ്റിക് കപ്പുകൾ, പ്ലാസ്റ്റിക് തെർമോക്കോൾ പ്ലേറ്റുകൾ, അതുപോലെ മിനറൽ വാട്ടർ ബോട്ടിൽ. ഇതൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം എന്താണ് റെഡ്യൂസ് ചെയ്യല്ലേ, ഉപയോഗം പരമാവധി കുറയ്ക്കുക അല്ലേ. അടുത്ത റീയൂസ് ചെയ്യുന്നത് എന്താണ്? പ്ലാസ്റ്റിക് സഞ്ചികൾ, പ്ലാസ്റ്റിക് ഭരണികൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പിന്നെയും പുനരുപയോഗിക്കുക അല്ലേ. പിന്നെ അതായത് വലിച്ചെറിയാതെ പിന്നെയും നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെന്താണ്? റീസൈക്കിൾ ചെയ്യാന്നല്ല, പുനഃചക്രമണം ചെയ്യാവുന്നതാണ്. പ്ലാസ്റ്റിക് വസ്തുക്കളും പ്ലാസ്റ്റിക് കവറുകളും ഇതൊക്കെ എന്താണ്? ലോഹനിർമ്മിത വസ്തുക്കളും ഇതൊക്കെ നമുക്ക് പിന്നെയും പുനഃചക്രമണം ചെയ്യാൻ കഴിയുന്നവയാണ്. അതുപോലെ എന്താണ്? ഇലക്ട്രിക് വയറുകൾ, ഇതൊക്കെ എന്താണ്? പുനഃചക്രമണം ചെയ്യാൻ കഴിയുന്ന വസ്തുക്കളാണ്. അപ്പോൾ 3Rs ഇതിൻ്റെ ഓർഡർ പഠിക്കാൻ കേട്ടോ. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ഇതിൻ്റെ ഓർഡർ നമ്മളോട് ചോദിക്കാറുണ്ട്. എന്താണ്? ഇതൊരു ക്രമത്തിൽ എഴുതാനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. അപ്പോൾ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ പഠിക്കട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കട്ടോ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.